இது ரொம்ப ஓவர்ண்ணா, கொஞ்சம் கம்மி பண்ணிக்கோங்க. நீங்கள் எனக்கு அண்ணன் மாதிரிண்ணா. எவ்வளோ சொன்னாலும் கேட்காம காலங்காத்தாலே சார். ஆமாம், பைக்குங்க. பைக் இங்கே ஸ்டேஷனில் இருக்கு. நீ அண்ணனை குடிச்சு அந்த போய் எடுத்தோ. என்ன கேஸு? ட்ரங்க் டிரைவிங் மட்டும். சரி, எனக்கு 1 மணி நேரம் டைம் கொடுங்க, நான் போய் எடுத்துகிட்டு வந்துடுறேன். கொண்டு வரேன்டா, அது உனக்கு தான். உங்களுக்கு என்ன பைத்தியமா? டேய், தெளிவாக தான் சொல்கிறேன். பைக் நீ வச்சுக்கோ. சரி வாங்க, வந்து சாப்பிடுங்க. டெய்லி ஆறுனதுக்கப்புறம் தான் சாப்பிட்றது, இதுவே பொழப்பா போச்சு. இவரை திருத்த முடியாதுப்பா. நீ ரூம் க்ளீன் பண்ணி காலையில் சாவி ஓனர்கிட்ட கொடுத்துடு. Shit. உங்க சீட் ஆல்ரெடி கொடுத்தாச்சு சார். கூப்பிட்டா ஃபோன் எடுக்க மாட்டேங்கிறீங்களே. அது எந்த പരിപാടിയാ? பின்னாடி சீட் இருக்கு, போய் அங்கே உட்காருங்க. അവിടെ താമ്പോ ഇരുന്നാൽ മതി. இந்த சீட் அலாட் பண்ணதே பெரிய விஷயம். எங்கேயாவது போய் உட்கார வேண்டியதானே? അതിനു വേണ്ടിയല്ല ഞാൻ ബുക്ക് ചെയ്ത്. സാർ സാർ തമ്പി തമ്പി ചേട്ടാ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ബാക്കി ഇരുന്നോളാം. ബ്രോ പ്ലീസ്. நமக்குன்னு வந்து மாட்டோம். சரியான போதையில் இருக்கிறான். லைட் ஆஃப் பண்ணுப்பா, நமக்கு எதுக்கு வம்பு. അടിച്ചേക്കുന്നു. വോഡ്ക ഏതോ കൂതറ സാധനം വലിച്ചിട്ടിട്ട് വോഡ്ക. താനീ ബഹളൊക്കെ ഉണ്ടാക്കി കയറിയിരിക്കുന്നേ ലേഡീസ് സീറ്റില. ഞാനേലും ചിക്കനെ പ്രതീക്ഷിച്ചിരിക്കാൻ ചുമ്മാലയിടിക്കാൻ. ആരാ ലക്ഷ്മി? ഗേൾഫ്രണ്ടാ? അമ്മയാ. ഐ എം മൈക്ക്. ആന്റണി. മൈക്ക് ഒരു ബോയ്ഷ് നെയിം അല്ലേ? റിയൽ നെയിം സാറാന്ന്. അന്ന് മാറ്റാൻ പോയിരുന്ന വഴിയോ. ഈ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഓർഗൻ രഹസ്യം, ഈ ലിംഗമാറ്റം.
வண்டி ஒரு 10 நிமிஷம் நிற்கும். சாப்பிட்றவங்க போய் சாப்பிட்டு வந்துருங்க. லேட் பண்ணிடாதீங்க, சீக்கிரம் வந்துருங்க. കഴിക്കുന്നില്ലേ? വിശപ്പില്ല. രണ്ടെണ്ണം അടിച്ചാൽ വിശക്കൂ. പഠിക്കാൻ സാധനം ഇരിപ്പുണ്ടോ? ബാഗിലുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഒരു കമ്പനി വേണം. നാട്ടിലാണെങ്കിൽ വല്യമ്മച്ചിയോ റോബിയോ ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ്. നാടനാ, ദ ഡ്യൂ ഫ്രം ഹെവൻ. ഞങ്ങൾ തന്നെ മാറ്റിയെടുത്ത. എന്തിനാ സാധനം മാറ്റി വെക്കുന്നത്? ഇനിയും വേണോ? ഇതല്ല, ഈ ആണെപ്പോലെ തന്നെ ഞാൻ. ശരീരത്തിൽ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റിച്ചാൽ പോരെ, അത്രേ ആലോചിച്ചുള്ളൂ. എന്തുപറ്റി? ജീവിതത്തിൽ ആരുടെയും കിസ്സൊന്നും കിട്ടിയിട്ടില്ല? തനിക്ക് കിട്ടിയിട്ടുണ്ടോ? യെസ്, ഫസ്റ്റ് കേസ് 13 വയസ്സുള്ളപ്പോഴാണ്. ഓ, അപ്പോഴേ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ? എൻ്റെ അല്ല, മമ്മയുടെ. ഐ എം സോറി. ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ഓക്കെ. എനിക്ക് ആണുങ്ങളോട് ഏറ്റവും അസൂയുള്ള കാര്യം ഇതാ. എപ്പോൾ എവിടെ വേണേലും ഒഴിച്ചോളയാലോ. അയ്യോ, മുള്ളാൻ പോക്ക് നേരെ തന്തോ. ആന്റണി ജോൺ. ഇതൊരുമാതിരി വേലി കിടന്ന പാമ്പിനെ എടുത്ത്. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. സാറയ്ക്ക് അത് ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1 വീക്ക് ടൈമുണ്ട്. തനിക്കിതൊന്നും കൂടി ആലോചിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് കട്ട് ചെയ്യാനായിട്ടുള്ള ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് തുടങ്ങാം. അതിനു മുമ്പ് ബോഡിയിലെ റിയാക്ഷൻസ് അറിയാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓരോ ഓർഗൻസായിട്ട് റീഅസൈൻ ചെയ്യണം. വേണേൽ സർജറി കഴിഞ്ഞും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ബട്ട് വൺസ് സർജറി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സാറയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പഴയതുപോലെ പെണ്ണാവാൻ സാധിക്കില്ലെന്നർത്ഥം. ആണോ ഡോക്ടർ? എനിവേ, ഇറ്റ്സ് അപ് ടു യു. ഐ ഹാവ് മൈ റീസൺസ്. സാറ, ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമോ? ആൻ്റണി, ഇതൊരു ചെറിയ കാര്യമല്ല. സാറ ടോട്ടലി മാറാൻ തുടങ്ങുമ്പോൾ അവൾ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കെൻ കോസ് സം സീരിയസ് ഹെൽത്ത് ഇഷ്യൂ, ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി. പിന്നെ നാട്ടിലുള്ള പള്ളിയിലച്ഛനും അമ്മച്ച പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെയല്ലേ മൈസൂരിലുള്ള ഡോക്ടർ. താൻ എന്തിനാ ഇത് മാറ്റി വെക്കുന്നത്? എന്താ അങ്ങനെ ചോദിച്ചു? വെറുതെ.
ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ചേട്ടന്മാർ ഒരു 5 മിനിറ്റിൽ ഇവിടോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു പെൺകുട്ടിയായോണ്ട. ശരിയാ. ബോയ്സ് ഓൾവേസ് ഹാവ് ദ ഫ്രീഡം ഫോർ എവറിത്തിങ്. 6 മണിക്ക് വീട്ടിൽ കയറണ്ട, ഏത് പാതിരാത്രി എവിടെ വേണേ പോവാം. ചേട്ടാ ഒന്ന്. താങ്ക് യു. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണ്ട. കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചോടുന്നില്ല പരാതിയാക്കണ്ട. പബ്ലിക്കായി കുളിക്കാം, എങ്ങനെ വേണേലും. ഒരാഴ്ച കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തന്നെ പോലെ. ആൻഡ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് എന്താ അറിയോ? തനിക്ക് എപ്പോൾ വേണേലും ആരുടെ കൂടെയും കിടക്കാം. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് പീരീഡ്സ്, പ്രഗ്നൻസീസ് ഓർ പെയിൻ. നോട്ട് ഓൾ മെൻ ആർ ഓൾവേസ് ഇൻ ദ മൂഡ് ഫോർ സെക്സ്. തനിക്കും അതൊക്കെ എപ്പോൾ വേണേലും ചെയ്യാം. എന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തായാലും ഞാൻ സർജറി ചെയ്യാൻ പോലെ. Want to know how it works? ഞാൻ മച്ചാന് വേണ്ടി നാട്ടാ വിചാരിച്ചത്. കുറേ തപ്പി ബ്രോ, കുറേ തപ്പി. എല്ലാവരും സ്ട്രെയിറ്റ് ആണ്. ഇത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ലില്ലി. കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. താഴെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ നാളെ കണ്ടിട്ട് വരാം. മച്ചാനെ അത് സെറ്റായിട്ടാ. ഓക്കെ. Let's start with some wine. Sure. Bisexual? I haven't identified yet.
കൊച്ചു കൊള്ളാട്ടോ. എന്നിട്ട് പ്രപ്പോസ് ചെയ്തോ? സർജറി കഴിഞ്ഞ് വരാൻ തോന്നുന്നു. ഷീൽ വെയിറ്റ്. ഓ എന്നിട്ട് ഒന്നുമില്ല. അതായിരുന്നു നമ്മുടെ സ്ഥിരം സ്പോട്ട്. അടിപൊളിയായിരുന്നു. ആഹാ. ഹായ്. ഈ മരുന്ന കണക്കിനാണ് നീ എന്നോട് വിളിച്ചുകൊണ്ടുവന്നത്. അളിയാ പോലെ പ്ലീസ്. നീ വിട്ടേ. ഇല്ല അളിയാ, നമുക്കിടയിൽ ഇനി പ്രശ്നം വേണ്ട, നമുക്ക് തീർക്കാം. തീർക്കാം. കാസി അവനെ വിടറാ. അവൻ തല്ലട്ടെ. ഇവനെ ഏതാ? ഇത് പഴയ ആൻ്റണി ഒന്നുമല്ല. എടാ, ദുരന്തങ്ങൾ മാത്രമല്ല അനുഭവങ്ങൾ. ജീവിതമാകുമ്പോൾ പല ദുരന്തങ്ങളും ഉണ്ടാവും. അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റി. ഹലോ, സാറോ തോമസ് അല്ലേ? അതെ. ഇത് കട്ടപ്പന പോലീസ് സ്റ്റേഷൻ എന്നാണ്. ഈ ഷേർലി നിങ്ങളുടെ ആരാ? അമ്മയാണ്. ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേഷനിലേക്ക് വരണം. ഓക്കെ. ഞങ്ങളിവിടെ വീട്ടിലേക്ക് കൊണ്ടോട്ടെ സാർ? നിങ്ങളുടെ മോള് പറഞ്ഞ് കേട്ടല്ലേ? അങ്ങനെ നിങ്ങൾക്ക് പിടിച്ചാലല്ല പോലീസിന്റെ പണി. പ്രത്യേകിച്ച് സാറൊക്കെ വ്യക്തമായ തീരുമാനമുള്ള സ്ഥിതിക്ക്. അവളുടെ സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് അല്ലേ സാർ? സേഫ്റ്റി എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ മാത്രം കിട്ടുന്ന കാര്യമല്ലല്ലോ. അതല്ല, നിങ്ങൾ ആ റൈറ്ററിനെ കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് പോയിക്കോ. അതെന്നെ ഇടപാടാ സാറേ. നിങ്ങൾക്ക് മകളോട് റിക്വസ്റ്റ് ചെയ്യാം, ഫോഴ്സ് ചെയ്യാം. എന്നാ ഞാനും ഈ കടലിനെ എന്തായാലും കടലമാന്ന് വിളിക്കുന്നത്? കടലെന്താ സ്ത്രീയാണോ? കടൽ അച്ഛനെന്ന് വിളിച്ചൂടെ? ആണിസം ബാധിച്ചു തുടങ്ങിയല്ലോ. പപ്പ എന്നെ ഷിപ്പിൽ കൊണ്ടുപോകോ? ഷിപ്പ് കൊച്ചിന് കടൽ വലിയ ഇഷ്ടമല്ലേ? പപ്പ കൊണ്ടുപോട്ടോ. ആ സെബാസ്റ്റിനോട് ഷെഡ് കാണാൻ ആരും വന്നിട്ടുണ്ട് കേട്ടോ. ആ വന്നോ? വൈകുന്നേരം വരാം. ഷെർലി, ആ ചാവി കൂടി എടുത്തേക്കണേ. ആ കൊച്ചിരുന്ന് വരച്ചോട്ടോ. ഇത് മതിയോ? ഒന്നേറെ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ എന്തായിരുന്നു പരിപാടി? ഇത് എൻ്റെ ബിസിനസ്സായിട്ട് എന്നാ പരിപാടി തുടങ്ങാനാ? തൈക്കോണ്ടോ? അത് കൊള്ളാം. മോൾക്ക് ഇതിലൊക്കെ വലിയ ഇൻട്രസ്റ്റാ. അവൾക്കും പഠിക്കാലോ. ഓ ആയിക്കോട്ടെ. ഇത്
കുഴപ്പമൊന്നുമില്ല, കറണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹലോ, പണിയൊക്കെ എങ്ങനെ പോകുന്നു? പണിയൊക്കെ നടക്കുന്നു. എൻക്വയറി ഒക്കെ ഉണ്ടോ? എബ്രഹാം, നമസ്കാരം ചേട്ടാ. രാവിലെ പണിക്കാർ വരുമ്പോൾ ചാവി ഒന്ന് കൊടുത്തേക്കാവോ? പണി കഴിഞ്ഞില്ലല്ലേ? ഇല്ല, 2 ദിവസം കൂടി ഉണ്ട്. ശരി, കാണാം. അതെ, എനിക്ക് നാളെ രാവിലെ സ്പൈസസ് ബോഡി ചാവി നീലെന്ന് വെച്ചോ. അവരെ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ കൈക്കോളും ഇഷ്ടമായതുകൊണ്ട് ഞാനും വേണ്ട ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. കാശിന് കാശ് തന്നെ വേണം. അതെങ്ങനെയാ? മിടുക്കന്മാരെ നിങ്ങളുടെ കയ്യിലിരുന്ന് കൂടെ കൊണ്ടുപോയില്ലേ? ബിസിനസ് ആവുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ എൻ്റെ ഷെർലി. നിങ്ങൾക്ക് എടുത്തു തന്ന ലോണേ ഇപ്പൊ എന്റെ ശമ്പളത്തിൽ നിന്ന് പഠിക്കുന്നത് അറിയാം നിങ്ങൾക്ക്. നിനക്കൊരു ചെക്കനായി ജനിച്ചാൽ പറയണ്ട, ഒരാണെങ്കിലും ഉണ്ടായതിനെ ശരി. അമ്മച്ചിക്ക് എന്നാ? ആദ്യത്തെ കുറച്ച് നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൈ രണ്ടും മുകളിലോട്ട് ഉയർത്തി 1 2 3 ഗോ. വെരി ഗുഡ്. 1 2 3 ഗോ. 1 കം 1 2 3 ഹേ. യെസ്, വെരി ഗുഡ്. കണ്ടിന്യൂ. ഇന്നത്തെ കഴിയാറായോ? ഏകദേശം. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകും. സാറ് നല്ല ടാലന്റ് ഉള്ള ഞാൻ കുട്ടിയാണ്. അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതിനെന്താ? അയാളുടെ ഉദ്ദേശം ശരിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തൈക്കോണ്ടോ ക്ലാസ്സുകൾ നിർത്തി. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. അമ്മയുടെ ശരീരക്കൊപ്പമായിരുന്നു വീട്. വീട്ടിലെ അവസ്ഥ മടുത്തപ്പോൾ ഒരു ക്രിസ്മസ് രാത്രി പപ്പ വീട് വിട്ടുപോയി. പപ്പയ്ക്ക് പഴയ എസ്റ്റേറ്റിലൊരു ജോലി ശരിയായി. അവിടെ പപ്പ ശരിക്കും ഹാപ്പിയായിരുന്നു. വീട്ടിൽ കിട്ടാത്ത സ്നേഹവും പരിഗണനയും പപ്പയ്ക്ക് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. പപ്പ വിളിച്ചത് ഞാൻ അവരോടും പറഞ്ഞില്ല. ഒറ്റക്കായ അവസ്ഥ ഓവർകം ചെയ്യാൻ വേണ്ടി പപ്പ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പപ്പയുടെ അടുത്തേക്ക് പോകണമെന്ന് ഞാൻ ഒരുപാട് വാശി പിടിച്ചിരുന്നു. കുറേ പേരുള്ള ഒരു കുടിസുമുറിൽ ജീവിക്കുന്ന പപ്പ ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടാനുള്ള ചുറ്റുപാടല്ലാന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി. എന്നെ ഇട്ടിട്ട് പോയ പപ്പയോട് നല്ല ദേഷ്യം തോന്നിയിരുന്നു. പപ്പയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ പപ്പ ഇത് ശരിയായിരിക്കും, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നാണ് പപ്പ എപ്പോഴും പറയാറ്.
നിനക്ക് എന്തിൻ്റെ ബുദ്ധി കുഴപ്പടിയും എന്നെ കെട്ടിക്കാനെന്ന് പറഞ്ഞ മമ്മ വെച്ചിരുന്ന സ്വർണ്ണം എടുത്ത് അന്നിറങ്ങിയതാ. അവനോട്ട് രണ്ടെണ്ണം കൂടെ പൊട്ടിക്കേണ്ടതായിരുന്നു. വാടി പോവാം. പെൺപിള്ളേരായ അടക്കി ഒതുക്കി വളർത്തണം.
Hello, sir. This is regarding Miss Sarah Thomas' gender reassignment surgeries. The first one is scheduled on this 23rd. We just want to reconfirm your appointment. Yeah, we'll be there. Thank you, sir. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചേ. സർജറിക്ക് റെഡി ആവാൻ പറഞ്ഞു.